ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറിയുടെ റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ആദ്യം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് തേങ്ങ വറുത്തെടുക്കണം. ഒരു പാനിലേക്ക് അളവ് കപ്പിന് 1.5 കപ്പ് തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. മീഡിയം സൈസുള്ള ഒരു തേങ്ങയുടെ പകുതി ചിരുകിയെടുത്തതാണിത്. ഇതിൻ്റെ കൂടെ തന്നെ 4 മീഡിയം സൈസ് ചുവന്നുള്ളി അരിഞ്ഞതും 3 മീഡിയം സൈസ് വെളുത്തുള്ളി അരിഞ്ഞതും 5 നാടൻ വറ്റൽമുളക് അരിഞ്ഞതും ചേർത്ത് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നവരെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചിരകിയ തേങ്ങ എടുക്കുമ്പോൾ വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കണേ. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒരേ പാകത്തിന് മൂത്ത് കിട്ടും. അല്ലെങ്കിൽ തേങ്ങയുടെ മൂപ്പിൽ വ്യത്യാസം ഉണ്ടാകും. കുറച്ച് സമയം എടുക്കൂട്ടോ നന്നായി കളറായി വരാനായിട്ട്. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇടയ്ക്ക് തീ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കണം. നമ്മൾ എത്രമാത്രമാണോ തേങ്ങ മൂപ്പിച്ചെടുക്കുന്നത് അതിനനുസരിച്ചാണ് കറിക്ക് നല്ല കളറ് കിട്ടുന്നത്. ഇപ്പോൾ പാകത്തിന് കളറായിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടുകൊണ്ട് തന്നെ പൊടികൾ മൂത്ത് കിട്ടിക്കൊള്ളും. ഇനി ഇവയുടെ ചൂട് നന്നായി ആറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കരുതേ, അല്ലാതെ തന്നെ ഫുൾ സ്പീഡിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരയ്ക്കണം. എണ്ണയൊക്കെ വിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ചാറായിട്ട് കിട്ടും. അടുത്തത് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ള ക്യൂബുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ സവോള ക്യൂബായി അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ കനം കുറച്ചരിഞ്ഞ തേങ്ങാക്കൊത്ത്, 3 പച്ചമുളക് അരിഞ്ഞത്. ഇതെടുക്കുമ്പോൾ മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ തേങ്ങ വറുക്കുമ്പോഴും നാടൻ വറ്റൽമുളക് ചേർക്കുന്നുണ്ടല്ലോ. 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം. ഞാനിവിടെ മൊത്തം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിനാണ് അരപ്പ് അരിഞ്ഞ് കിട്ടേണ്ടത്. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇവ നന്നായി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് അരപ്പെല്ലാം നന്നായി പിടിക്കുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് കറിക്ക് എത്ര കുറുകലാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. മൺചട്ടിക്ക് പകരം അടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുത്താലും മതി കേട്ടോ. എങ്കിലും നമ്മുടെ നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി. ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. ഇനി തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി കറിയിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. അതിനൊരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം.
കളറ് മാറി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ തീയിൽ നിന്ന് മാറ്റി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റോളം മൂടി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറി കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ കറിക്ക് സ്വല്പം പുളി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല. പുളി ചേർക്കാതെ ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റിയാണ് ഈ കറി. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്